ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞയാഴ്ച ജീവിതത്തിൻ്റെ നൈമിഷികതയെയും സ്വർഗത്തിൽ സമ്പത്ത് സ്വരൂപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നതും ഭൗതികമായ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ തുടർന്ന് യേശുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റിയും നമുക്കുണ്ടായിരിക്കേണ്ട ജാഗരൂകതയെപ്പറ്റിയും പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുക എന്നതും ജാഗരൂകരായിരിക്കുക എന്നതും തമ്മിൽ ചേരുന്നത് എന്നത് നമ്മെ അതിശയപ്പെടുത്തുന്നതാണ്. ദാനം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ മൂലപദം എലേമോസിൻ എന്നാണ്. അതായത് കരുണ എന്നർത്ഥമുള്ള ഏലയോസ് എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം വിറ്റ് കരുണ കാണിക്കുക എന്നാണ് യേശു ഒന്നാമതായി ആവശ്യപ്പെടുന്നത്. ഇനി ജാഗരൂകരായിരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ജാഗരൂകരായിരിക്കുവിൻ എന്നാണ്. അരമുറുക്കുക എന്നാൽ തയ്യാറായി പ്രവർത്തന സജ്ജമായി നിൽക്കുക എന്നാണ് പ്രാഥമിക അർത്ഥം. അതോടൊപ്പം തന്നെ അതിന് ഒരു ആത്മീയ അർത്ഥം കൂടെയുണ്ട്. അരമുറുക്കുക എന്നാൽ എല്ലാ ജഡമോഹങ്ങളിൽ നിന്നും അകന്നിരിക്കുക എന്നുകൂടിയാണ്. സാധാരണ വൈദികൻ പൂജാവസ്ത്രങ്ങൾ അണിയുമ്പോൾ നീണ്ട വെള്ളയങ്കി അണിഞ്ഞ ശേഷം അരമുറുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ചൊല്ലുന്ന പ്രാർത്ഥന, കർത്താവെ, പരിശുദ്ധിയുടെ അരക്കെട്ട് എന്നെ അണിയിക്കുകയും എൻ്റെ ജഡമോഹങ്ങളെ കെടുത്തുകയും ചെയ്യണമേ. അങ്ങനെ ഇന്ദ്രിയശുദ്ധിയും ചാരിത്രശുദ്ധിയും എന്നിൽ വസിക്കട്ടെ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും ജഡമോഹങ്ങളിൽ നിന്ന് അകന്ന് തയ്യാറെടുത്ത് നിൽക്കുക എന്നാണ്. അതേസമയം വിളക്ക് കത്തിക്കുക എന്നാൽ നന്മ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ക്രിസ്തുവിൻ്റെ പ്രകാശം ജീവിതത്തിൽ ഏന്തുക എന്നതാണ്. അങ്ങനെ നിതാന്ത ജാഗ്രതയോടെ നമ്മൾ ഓരോരുത്തരും കഴിയേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം യജമാനൻ വരുന്ന മണിക്കൂർ നമുക്ക് അറിവില്ല. അവിടുന്ന് ഒന്നാം യാമത്തിലോ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വരാം. യാമങ്ങൾ ഓരോന്നും തന്നെ സൂചിപ്പിക്കുന്നത് യഥാക്രമം നമ്മുടെ ബാല്യകാലവും യൗവനകാലവും വാർദ്ധക്യകാലവുമാണ്. അതായത് ഏത് സമയവും നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. എന്തിനാണ് നമ്മൾ ജാഗരൂകരാകേണ്ടത്? സാധാരണ സേവകർ ജാഗരൂകരായിരിക്കുന്നത് യജമാനനെ സേവിക്കാനാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉപമ ഇവിടെ വ്യത്യസ്തമാവുകയാണ്. ഈ യജമാനൻ ഏറെ വ്യത്യസ്തനാണ്. സാധാരണ വേലക്കാർ ഒരുങ്ങിയിരിക്കുന്നത് യജമാനനെ സേവിക്കാനായിട്ടാണ് എങ്കിൽ നമ്മുടെ യജമാനൻ ജാഗരൂകരായിരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് അവിടുത്തെ സേവിക്കാനല്ല, മറിച്ച് അവിടുത്തേക്ക് നമ്മെ സേവിക്കാനാണ്. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ അവിടുന്ന് പറയുന്നത് നോക്കുക. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അതായത് നമ്മെ സേവിക്കുന്ന യജമാനനാണ് നമ്മുടെ ദൈവമെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതിൻ്റെ മൂർത്തഭാവം അന്ത്യത്താഴവേളയിൽ യേശു തന്നെ കാണിച്ചു തന്നു. അവിടുന്ന് അങ്കി അണിഞ്ഞ് അരമുറുക്കി ശിഷ്യരുടെ പാദങ്ങൾ കഴുകി അവർക്ക് വിളമ്പിക്കൊടുത്തു. സത്യത്തിൽ ഓരോ ദിവ്യബലിയിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഓരോ ദിവ്യബലിയും സത്യത്തിൽ വരാനിരിക്കുന്ന യുഗത്തിൻ്റെ അഥവാ സ്വർഗീയ വിരുന്നിൻ്റെ മുൻ ആസ്വാദനമാണ്. അങ്ങനെയെങ്കിൽ ഈ സ്വർഗീയ വിരുന്ന് നഷ്ടമാക്കാൻ ആരാണ് ഇഷ്ടപ്പെടുക? ദൈവം ദാനമായി നൽകുന്ന ഈ വിരുന്ന് നിഷേധിക്കുക അഥവാ താല്പര്യമില്ലാതിരിക്കുക എന്നത് സത്യത്തിൽ ദൈവത്തെ നിഷേധിക്കുന്നതിനും സ്വർഗം വേണ്ടെന്ന് പറയുന്നതിനും തുല്യമാണ്. ഇതേ തുടർന്ന് 4 തരം കാര്യസ്ഥരുടെ കാര്യമാണ് യേശു പറയുന്നത്. ഒന്നാമതായി വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ. അവനെ എല്ലാ സ്വത്തുക്കളുടെ മേലും കാര്യസ്ഥനായി നിയമിക്കുന്നു. രണ്ടാമത്തെ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി തൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും ചെയ്യുന്നവൻ. അവനെ അവിശ്വാസികളോടൊപ്പം മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ രണ്ടായി മുറിച്ചിടും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതം സാധ്യമല്ലാതാക്കുന്നു എന്നർത്ഥം.
ഇനി മൂന്നാമത്തെയാൾ യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ, അവൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാണ്. എന്നാൽ അവസാനത്തെയാൾ യജമാനന്റെ ഹിതമൊന്നും അറിയാത്ത ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ലഘുവായി ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. യജമാനൻ ഭൃത്യനെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നമുക്ക് അറപ്പുളവാക്കുന്നതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ യഹൂദ പശ്ചാത്തലത്തിൽ യേശു അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യം എടുത്തുകൊണ്ട് സ്വർഗത്തിലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെയാൾ ദൈവഹിതമനുസരിച്ച് ജീവിച്ച് സ്വർഗീയ സമ്മാനം നേടിയ വ്യക്തിയാണ്. എന്നാൽ രണ്ടാമത്തെയാൾ നരകത്തിലേക്ക് തള്ളപ്പെട്ട മനുഷ്യനും. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും മനുഷ്യർക്ക് ലഭിക്കുന്നത് പ്രഹരമാണ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക ശിക്ഷ. അതാണ് ശുദ്ധീകരണ സ്ഥലം. അവരവരുടെ തെറ്റിന്റെ തോതനുസരിച്ച് ശിക്ഷ കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ ദൈവം കൊണ്ടുവരാൻ പോകുന്ന രക്ഷ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുക എന്നതാണ് ഇന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ വായനയിൽ നാം കേൾക്കുന്നതും അതാണല്ലോ. കർത്താവിൽ വിശ്വസിച്ചതിനാൽ ഇസ്രായേല്യർ അവരോട് മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് സംഹാരദൂതന്റെ വരവിന് കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് തയ്യാറാവുകയും അങ്ങനെ മരണത്തിൽ നിന്നും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടതുപോലെ നമ്മളും നമ്മുടെ രക്ഷയ്ക്കായി ജാഗ്രതയോടെ ബലിയർപ്പിച്ച് യേശുവിൻ്റെ രണ്ടാം വരവിന് തയ്യാറായിരിക്കണം. ബലിയർപ്പണം എന്നത് ആത്യന്തികമായി പരിശുദ്ധ കുർബാന തന്നെയാണ്. എന്നാൽ അതോടൊപ്പം മറ്റൊരു ബലി കൂടി നടക്കേണ്ടതുണ്ട്. അതാണ് ക്രിസ്തു സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു വെച്ച ദാനധർമ്മം. ബലി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മൃഗബലിയും അതുമല്ലെങ്കിൽ രക്തരഹിത ബലികളായ ധാന്യബലിയും പാനീയ ബലികളെയും പറ്റിയാണ്. എന്നാൽ അതോടൊപ്പം അധികം ശ്രദ്ധ നേടാത്ത ഒരു ബലിയാണ് പാവപ്പെട്ടവർക്ക് നൽകുന്ന ദാനധർമ്മം. അത് പാവപ്പെട്ടവരോടുള്ള നമ്മുടെ കരുതൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരവുമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രഭാഷകൻ പറയുന്നു, ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ സംരക്ഷിക്കും. തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. തീർന്നില്ല, ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ക്രിസോസ്തം മനോഹരമായി പറഞ്ഞത്, ദരിദ്രൻ ദൈവത്തിന് ദാനധർമ്മം അർപ്പിക്കുന്ന ബലിപീഠം പോലെയാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ നിധി കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളുടെ കടങ്ങൾ വീട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ദരിദ്രന്റെ ബലിപീഠത്തിൽ ദാനധർമ്മം അർപ്പിക്കാൻ ആരംഭിക്കുക എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാനധർമ്മം കൊടുക്കുന്ന ഓരോരുത്തരും ജീവിക്കുന്ന അൾത്താരയും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയുമാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു തന്നെ പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. അതിനാൽ ഓരോ ദാനധർമ്മവും ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി മാറുന്നു എന്നത് നിസ്സംശയമാണ്. അത്തരത്തിലുള്ള ധാരാളം ബലികൾ അർപ്പിക്കാൻ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.